ഉണ്ടാകുമോ എന്നത് പറയാൻ സാധിക്കില്ല. നേരത്തെ ഇപ്പോൾ വീട്ടിലെ ജോലിയെല്ലാം തീർത്തിട്ടായിരിക്കും അങ്ങനെയുമല്ല, എല്ലാ പ്രായത്തിലുള്ള സ്ത്രീ വോട്ടർമാരുടെ സാന്നിധ്യം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഏരിയയിലൊക്കെ സ്ത്രീകളുണ്ട്. രാവിലെ തന്നെ നേരത്തെ 1-2 പേര് പറഞ്ഞതുപോലെ പാലക്കാട് ഇങ്ങനെയാണ്, ഞങ്ങൾ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യും. അത്രയും അങ്ങനെ ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതാണോ ഇത് വ്യക്തമാക്കുന്നത്? അതോ നേരത്തെ സരിൻ പറഞ്ഞതുപോലെ പുറത്തു നിന്ന് പോലും ആൾക്കാർ ഇത് ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ടെക്നിക്കൽ വിഷയം ഇവിടെ ഇല്ല, വന്ന് ഈ വോട്ട് രേഖപ്പെടുത്തും, അങ്ങനെ 1.5 ലക്ഷത്തോളം എന്തായാലും പോളിംഗ് രേഖപ്പെടുത്തും. അതാണോ ഉള്ളത്? അത് 6 മണിക്കുള്ളിൽ അറിയാമെന്നാണ് പറയുന്നത്. ഒപ്പം ഈ പറയുന്നത് പോലെ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരിക. വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് BJPക്ക് ആയിരിക്കും എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പറയുമ്പോൾ അത് അങ്ങനെയല്ല, കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് ഇത്തവണ കിട്ടുമെന്ന് BJP സ്ഥാനാർത്ഥി പറയുന്ന ഒരു സാഹചര്യം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വോട്ടുകളും, ഇടതുപക്ഷത്തിന്റെ ബെൽറ്റിലുള്ള എല്ലാ വോട്ടുകളും ഇടതുപക്ഷത്തിന് കിട്ടും എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ നിര അങ്ങനെ കൂടി വരുന്നു, വോട്ടർമാരുടെ നിര കൂടി വരുന്നു എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. എന്തായാലും 3 മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം വയനാടും ചേലക്കരയും പോലെയല്ല പാലക്കാട്, 3 മുന്നണികൾക്കും കൃത്യമായ അവകാശവാദങ്ങൾ ഉള്ള മണ്ഡലമാണ്. നേരത്തെ NN കൃഷ്ണദാസ്, അദ്ദേഹം ദീർഘകാലം പാലക്കാട് MP ആയിരുന്ന വ്യക്തി കൂടിയാണ്, ഇടതുപക്ഷത്തിന്റെ MP ആയിരുന്ന വ്യക്തി കൂടിയാണ്. ഇത്തവണ പാലക്കാട് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. 16 തവണ ഇതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള പാലക്കാട് 11 തവണയും UDFന് അനുകൂലമായിരുന്നു, 5 തവണയാണ് LDFനെ പിന്തുണച്ചത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ചിത്രം മാറുന്ന പശ്ചാത്തലം കൂടിയാണുള്ളത്. എന്തായാലും ഇതൊരു തിരിച്ചുവരവ് എന്ന് മാത്രമല്ല, പിണറായി വിജയൻ സർക്കാർ 3ാമതും അധികാരത്തിലേറും, അതിന്റെ കൂടി സൂചകമെന്ന് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി ഭരണത്തിന്റെ ഒരു വിലയിരുത്തലായി മാറുന്നു. വികസന വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിൽ നിന്ന് പക്ഷേ LDFന്റെ സ്ഥാനാർത്ഥി സരിൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഇരട്ട വോട്ടായിരിക്കും ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം എന്ന് കരുതിയപ്പോൾ ഇപ്പോൾ ഈ പോളിംഗ് തുടങ്ങി 1 മണിക്കൂറിന് ശേഷവും പാണക്കാട് തങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ പോകുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദീപ് വാര്യർ കണ്ട വിഷയം വരുന്നു. ഈ തങ്ങൾക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം K സുരേന്ദ്രനുമായിട്ടുള്ള ധാരണയിലാണെന്ന് അല്പം മുൻപ് ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നു. ഷാഫി പറഞ്ഞത് മുഖ്യമന്ത്രി BJP ചീഫിനെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ്. അതേസമയം NN കൃഷ്ണദാസ് അല്പം മുൻപ് പറഞ്ഞത് അല്ലെ, KP അഭിലാഷ്, ഈ തങ്ങളെ വിമർശിക്കാൻ പാടില്ലെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗ് അധ്യക്ഷ സ്ഥാനം ഒഴിയട്ടെ, വിമർശിക്കാൻ പാടില്ല എന്നത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഞങ്ങൾ വിമർശിച്ചത് മുസ്ലിം ലീഗ് അധ്യക്ഷനെയാണ് എന്നും പറയുന്നു. അതായത് സന്ദീപ് വാര്യർ പ്ലസ് പാണക്കാട് തങ്ങൾ, ആ വിഷയം ആണ് ഈ ആദ്യ മണിക്കൂറിൽ നിൽക്കുന്നത്. എന്തായാലും അത് അന്തരീക്ഷത്തിൽ നിലനിർത്താൻ UDF ആഗ്രഹിക്കുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണല്ലോ മുത്തുക്കോയ തങ്ങളെ കാണാൻ ഉടനെ സന്ദീപ് വാര്യർ പുറപ്പെടുന്നു. അതോടൊപ്പം തന്നെ ചന്ദ്രിക, ലീഗിന് UDFന്റെ ഭാഗമായി ലീഗിന്റെ മുഖപ്രസംഗം, ചന്ദ്രികയിൽ വന്നിട്ടുള്ള മുഖപ്രസംഗം അതിരൂക്ഷമായ വിമർശനം CPIMന് നേരെ ഉന്നയിക്കുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിലും വോട്ടെടുപ്പ് ദിനത്തിലും രാഷ്ട്രീയം കൃത്യമായി മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ രാഷ്ട്രീയ വ്യതിചലനങ്ങൾ എങ്ങോട്ട് ഈ 34 ദിവസം എന്തെല്ലാം വിഷയങ്ങളിലൂടെ കടന്നുപോയി. എന്നിട്ട് ഏറ്റവും അവസാന ദിവസം ന്യൂനപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും ഒക്കെയാണ് പാലക്കാട്. ഏറ്റവും സെൻസിറ്റീവായ വിഷയമാണ് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെത്തുമ്പോൾ ഉയർത്തിപ്പിടിക്കാൻ ഈ മുന്നണി സ്ഥാനാർത്ഥികൾ വ്യഗ്രത കൊള്ളുന്നത്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. ഡീൽ ചർച്ചകളിൽ തുടങ്ങിയതാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രത്യേകിച്ച് BJPക്കും കൃത്യമായി വോട്ട് സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് പാലക്കാട്. ഒരുപക്ഷെ O രാജഗോപാൽ കഴിഞ്ഞ് പിന്നീട് കേരള നിയമസഭയിലേക്ക് ഒരു അംഗത്തെ അയക്കാൻ പറ്റുമെങ്കിൽ അത് പാലക്കാട് നിന്നായിരിക്കുമെന്ന് BJP പ്രവർത്തകർ ആത്മവിശ്വാസം കൊള്ളുന്നുണ്ട്. അതിന് അവർക്ക് കാരണവുമുണ്ട്. ഏതാണ്ട് 30% മുകളിൽ പാർട്ടി വോട്ടുകൾ രേഖപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനടുത്ത് ഇപ്പോൾ ഈ ശ്രീധരനൊക്കെ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 35% വോട്ട് ലഭിച്ചതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വളരെ കൃത്യമായ ഒരു വോട്ട് വിഹിതം BJPക്ക് ഉണ്ടായിരുന്നു. 2024 അത് 32% ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് MLA ഉപേക്ഷിച്ചു പോയൊരു മണ്ഡലം എന്നതാണല്ലോ BJPയുടെ അവകാശവാദം. കാരണം ഷാഫി പറമ്പിലാണ് അവിടുത്തെ MLA. അപ്പോൾ ഇത്തവണ നേടാം എന്ന ഒരു ആത്മവിശ്വാസം അവർ പുലർത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് 3 മുന്നണികൾക്കും ഒരുപോലെ രാഷ്ട്രീയം പറയേണ്ടതായി വരുന്നു. അത് സജീവമായി ഈ വോട്ടെടുപ്പ് ദിനത്തിലും
നിലനിർത്തേണ്ടിയും വരുന്നു. പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നേരത്തെ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആദ്യം ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുന്നു എന്നറിയുമ്പോൾ ആദ്യം ചർച്ച ചെയ്യപ്പെട്ടത് തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ, ഭൂരിപക്ഷ വോട്ടുകൾ, ആ വിഷയമാണ്. അതുകൊണ്ട് ബി ജെ പിയുടെ മുൻതൂക്കം, ഷാഫി പറമ്പിൽ നിർണയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മുൻതൂക്കം, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നീട് പാലക്കാട് ചിത്രം മാറുന്നു. ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ തികഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. മുന്നണി മാറ്റങ്ങൾ, പാർട്ടി മാറ്റങ്ങൾ, മറ്റ് വിഷയങ്ങൾ എല്ലാം വരുന്നു. 37 ദിവസത്തിനു ശേഷം ഇത് പോളിംഗിലേക്ക് എത്തുമ്പോൾ എവിടെ തുടങ്ങിയോ അവിടേക്ക് തിരിച്ചെത്തുന്നു ന്യൂനപക്ഷ വോട്ടുകൾ. ഇന്ന് രാവിലെ, അതായത് നമ്മൾ വാർത്താ ബുള്ളറ്റിൻ തുടങ്ങിയ ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്, പുറത്തിറങ്ങി വന്ന് പറഞ്ഞത്, സെക്യുലർ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുമെന്നാണ്. അതായത് മതേതരത്വം എന്നുള്ള വാക്ക് ഒരാളല്ല 3 സ്ഥാനാർത്ഥികളും എടുത്തു പറയുന്നു. അതായത് ഇതുവരെ പറഞ്ഞ വിഷയങ്ങളൊന്നുമല്ല, അവസാന ദിവസങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്തു വരുന്നു. എന്താണ് തുടങ്ങിയിടത്താണ് നിൽക്കുന്നത് 3 മുന്നണി സ്ഥാനാർത്ഥികൾ. എന്തായാലും ഇപ്പോൾ നോക്കുക, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമാകുന്നു. ഇവർ എന്തിന് ആണ് വില കൽപ്പിച്ചത്, ആർക്കാണ് പിന്തുണയ്ക്കുക, ആരെയാണ് പിന്തുണയ്ക്കാൻ പോകുന്നത്, അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് പ്രായമായവർ, യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ വോട്ട് ചെയ്യാൻ എത്തിയതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീകളുടെ വലിയ സാന്നിധ്യം രാവിലെ മുതൽ പ്രകടമാകുന്നു. പല പോളിംഗ് ബൂത്തുകളിലും നീണ്ട നിര തന്നെയാണ് ഇപ്പോൾ തന്നെ പ്രകടമാകുന്നത്. വോട്ടെടുപ്പ് ആരംഭിച്ചതാണ്ട് 1 മണിക്കൂർ 13 മിനിറ്റ് മാത്രമാണ് സമയം ആയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ പല ബൂത്തുകളിലും നീണ്ട നിര പ്രകടമാകുന്നു. രാവിലത്തെ ഈ ഒരു തള്ളൽ അല്ലെങ്കിൽ ഈ ഒരു വോട്ടർമാരുടെ സാന്നിധ്യം അത് വൈകിട്ട് വരെ നിലനിൽക്കുമോ, എത്ര ശതമാനത്തോളം വോട്ടുകൾ രേഖപ്പെടുത്തും? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അപർണ, അവിടെ സംഘടനാ സംവിധാനങ്ങൾ എല്ലാവരും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന മണ്ഡലം കൂടിയാണ്. നമുക്കറിയാം സന്ദീപ് വാര്യർ BJP വിട്ടതിന് ശേഷം തങ്ങൾ കൂടുതൽ കരുത്താർജിച്ചു എന്നാണ് BJP പറയുന്നത്. കാരണം കുറച്ചെങ്കിലുമൊക്കെ അകന്നു നിന്ന പ്രവർത്തകരെ കൂടി ആ ഒരു സന്ദീപിന്റെ പോക്കോടുകൂടി കൂടുതൽ അടുപ്പിക്കാൻ പറ്റി. RSS കുറച്ചുകൂടി കൃത്യമായി ഇടപെടുന്നു എന്നുള്ളതാണ് BJPയുടെ അവകാശവാദം. അതേസമയം കോൺഗ്രസ് ആകട്ടെ സന്ദീപ് വാര്യർ വന്നതോടുകൂടി സന്ദീപിനെ കൂടി അനുകൂലിക്കുന്നവർ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇടതുപക്ഷം ഇത്തവണ സാധാരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ 30% താഴെയാണ് വോട്ട് ലഭിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ വട്ടിയൂർക്കാവിന്റെ മറ്റൊരു വേഷനായി മാറും. വട്ടിയൂർക്കാവ് വേഷൻ 2 എന്നാണ് അവകാശപ്പെടുന്നത്. അതായത് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടതുപക്ഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ 1ാം സ്ഥാനത്തേക്ക് എത്തും എന്നാണ് പറയുന്നത്. അവരുടെ ഒരു കാര്യം വ്യക്തമാണ്, ഒരുപക്ഷെ ചേലക്കരയേക്കാൾ വയനാടിനേക്കാൾ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ കൂടുതലായി എത്തിക്കാൻ സാധിക്കുക. അതായത് എടുത്തു പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചു, പോളിംഗ് ശതമാനം കുറയുന്നുവെങ്കിൽ അത് BJP പോക്കറ്റുകളിൽ നിന്നാകും. BJPക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഹാർഡ് കോർ ആയിട്ടുള്ള BJP പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു വോട്ട് ശതമാനം കുറയുന്നുവെങ്കിൽ അത് BJPക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിയുന്നത്ര വോട്ടർമാരെ, അതായത് തങ്ങൾക്ക് അനുകൂലമാകുന്ന വോട്ടർമാരെ ഈ പാർട്ടി സംവിധാനത്തിലൂടെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുവാൻ 3 മുന്നണികൾക്കും ഒരുപോലെ ശേഷിയുള്ള മണ്ഡലം ആണ് പാലക്കാട് എന്നതാണ് സവിശേഷത. അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകില്ല. സ്ഥലത്തുള്ളവർ അധികവും വോട്ട് ചെയ്യാൻ എത്തുമെന്ന ആത്മവിശ്വാസം പുലർത്തുന്നു. എനിക്ക് തോന്നുന്നു സരിനും അതുകൊണ്ടാണ് 1.5 ലക്ഷം വോട്ടർമാർ, 1,50,000 വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും. അതിൽ 70,000-ഓളം പേർ തങ്ങൾക്ക് അനുകൂലമായി, ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് അവകാശപ്പെട്ടത്. അഭിലാഷ് നോക്കൂ, സ്ത്രീ വോട്ടർമാരുടെ ഒരു നീണ്ട നിര. അവരുടെ ഒരു കാര്യം കൂടി ഒന്ന് ചേർത്ത് വെക്കുന്നത്, ഇതാ ഇരട്ടിയായിരിക്കുന്നു. നേരത്തെ 3% അതിപ്പോൾ 6% ഉയർന്നിരിക്കുന്നു. 1 മണിക്കൂർ പിന്നിടുമ്പോൾ 6% പേർ വോട്ട് രേഖപ്പെടുത്തി. 6.34 1 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു വോട്ടിംഗ് നിലയിലേക്ക് പാലക്കാട് രാവിലെ 11 മണിയോടുകൂടി പോളിംഗ് ശതമാനം പ്രതീക്ഷിച്ചതിനപ്പുറമാകുമെങ്കിൽ വലിയ ആത്മവിശ്വാസമാണ് 3 മുന്നണികൾക്കും ഉണ്ടാകുക. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിവാദ വിഷയങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ജനം എന്താണ് ചിന്തിക്കുന്നത്? ഈ 3 മുന്നണി സ്ഥാനാർത്ഥികളും ഞങ്ങൾ വികസനത്തിന് മുൻതൂക്കം
കൊടുക്കുന്നു പറയുമ്പോൾ ശരിക്കും വികസനം ചർച്ച ചെയ്യപ്പെട്ടുണ്ടോ? പാലക്കാട് സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയുടെ വലിയ പ്രതിസന്ധികളുണ്ട്, വന്യമൃഗശല്യമുണ്ട്, യാത്രാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വികസന പദ്ധതികൾ വൈകുന്നു എന്നുള്ള പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധം 3 മുന്നണികൾക്കെതിരെയും ഉണ്ട്. പട്ടിക വിഭാഗക്കാർ, SC/ST വിഭാഗത്തിനൊക്കെ നല്ല വോട്ട് ശതമാനമുള്ള ഒരു മണ്ഡലമാണ്. അവരുടെ പ്രശ്നങ്ങളുണ്ട്, വ്യാവസായിക മേഖലയുടെ പ്രതിസന്ധി ഒക്കെ ഉണ്ട്. ഇത്തരം അടിയന്തര ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടുണ്ടോ? മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ പോലും നടപ്പാക്കിയിട്ടില്ല എന്ന തരത്തിലുള്ള പരാതിയൊക്കെ ഉണ്ട്. കാർഷിക പ്രശ്നങ്ങളാണ് കൂടുതലായി ഇടതുപക്ഷം ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ പരമാവധി എടുത്തുകൊണ്ടുവരികയായിരുന്നു പാലക്കാട്. എന്തായാലും നമുക്ക് 6.34% വോട്ട് രേഖപ്പെടുത്തുന്നത് രാവിലെ 8:13 എന്ന സമയത്ത് ഔദ്യോഗികമായി പുറത്തു വരുന്ന കണക്കുകളാണ്. 1,94,706 വോട്ടർമാരിൽ ഇതിനോടകം തന്നെ 12,347 പേർ 12,347 പേർ ആണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ വോട്ട് നില പരിശോധിക്കുമ്പോൾ പുരുഷന്മാരുടെ വോട്ടിംഗിൽ ആണ് വർധനമുള്ളത്. 6.84%, അതായത് 6.34 എന്ന ശരാശരിയിൽ പുരുഷന്മാർ മുന്നിട്ട് നിൽക്കുന്നു. 6,465 വോട്ടർമാർ 6,465 വോട്ടർമാർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 94,412 പുരുഷ വോട്ടർമാരാണ് പാലക്കാടുള്ളത്. അതിൽ 6,465 പുരുഷ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നു. അതേസമയം വനിതാ വോട്ടർമാർ 5.86% സ്ത്രീ വോട്ടർമാർ ഈ സമയത്തിനകം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 5,882 സ്ത്രീകളാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത്. 1,290,000 സ്ത്രീ വോട്ടർമാരിൽ 5,800 6,000-നടുത്ത് പേർ ഒറ്റ മണിക്കൂറിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നീണ്ട നിരയാണ് പോളിംഗ് ബൂത്തുകളിൽ പ്രകടമാകുന്നത്. പാലക്കാട്ടെ ജനങ്ങൾ മികച്ച രീതിയിൽ തുടക്കത്തിൽ പ്രതികരിക്കുന്നു. എന്തായാലും 1 മാസം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം, ഉഴുതുമറിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ, പ്രത്യേകിച്ച് ഒട്ടേറെ വിഷയങ്ങൾ, വിവാദ വിഷയങ്ങൾ, രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ അടക്കം ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ്. വയനാടും ചേലക്കരയുമായി താരതമ്യം ചെയ്യുമ്പോൾ നേതാക്കളടക്കം കൂടുതലായി ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചാരണത്തിന് നേതൃത്വം നൽകി. മാത്രവുമല്ല 13-ാം തീയതി വയനാടും ചേലക്കരയും വിധി എഴുതിയതിനു ശേഷം തുടർന്നു വന്നിട്ടുള്ള 7 ദിവസങ്ങൾ എന്നത് എല്ലാ നേതാക്കളുടെയും ഒരു കുത്തൊഴുക്ക് തന്നെയായിരുന്നു പാലക്കാട് കണ്ടത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു പരിച്ഛേദമായി പാലക്കാട് മാറി എന്നുള്ളതായിരുന്നു വസ്തുത. പാലക്കാട്ടേക്ക് ചേലക്കരയിലെയും വയനാട്ടിലെയും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ വോട്ട് ചോദിച്ചുകൊണ്ട് എത്തിയ ഒരു ചിത്രം, അതിൻ്റെ എല്ലാം പ്രതിഫലനം ഇന്നുണ്ടാകും എന്ന എല്ലാ മുന്നണികളും ഒരുപോലെ പ്രതീക്ഷിക്കുകയാണ്. അതുണ്ടാകുമോ എന്നറിയാൻ നമുക്ക് ഇന്ന് വൈകിട്ട് 6 മണി വരെ കാത്തിരിക്കണം. എന്തായാലും 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ വോട്ടർമാരുടെ ഒരു നീണ്ട നിര. രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ അതായത് ന്യൂനപക്ഷ മതേതര വോട്ടുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പോളറൈസേഷൻ, അതൊക്കെയാണ് കൂടുതലും അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളുടെ പ്രസ്താവനകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ മണിക്കൂറിലെല്ലാം. അതിനിടയിൽ ഇതാ വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്ത, അതും പാലക്കാട് വിഷയമാകുന്നു. ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പ്രതികരിക്കുന്നുണ്ട് ആ വിഷയത്തിനകത്ത്. സന്ദീപ് വാര്യർ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അത് സമസ്ത മതസൗഹാർദ്ദത്തിന് ഊന്നൽ നൽകുന്ന ഒരു സംഘടനയാണ്. അതായത് ഇതൊരു വ്യക്തിപരമാണ്, ഇത് രാഷ്ട്രീയം എന്ന് കൂടി പറഞ്ഞിരിക്കുന്നു. പാണക്കാട് പോയി കണ്ട സന്ദീപ് വാര്യർ സമസ്ത നേതാവിനെയും പോയി കണ്ടത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം RSS-ൽ നിന്ന് ഒരു നേതാവ് UDF-ലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു RSS ക്യാമ്പായി മാറി കോൺഗ്രസ് എന്നുള്ളതിനൊക്കെ മറുപടി ഒരു വശത്ത് നടക്കുകയാണ്. അത്തരം സംഭാഷണങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് സെക്യുലർ വോട്ടുകളാണ് എന്ന് ആവർത്തിക്കുന്നതിലൂടെ സന്ദീപ് വാര്യർ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയിട്ടുള്ള വാക്കുകൾ തന്നെ പരിശോധിച്ചാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായുള്ള കൂടിക്കാഴ്ച അതിന് വലിയ അനുഗ്രഹം എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. നേരത്തെ അദ്ദേഹം വരാൻ ആഗ്രഹിച്ചു.